നമുക്കിപ്പം POV ഡിസ്പ്ലേ ഉണ്ടാക്കാനായിട്ട് ഒരു ഡോട്ടഡ് PCB ബോർഡ് വേണം. പിന്നെ നമുക്കൊരു 8 LED വേണം. നമ്മുടെ ഈ ഡോട്ടഡ് PCB ബോർഡ് ഒരു 2 സെൻറ്റിമീറ്റർ വീതിയിൽ ഒരു പീസ് മുറിച്ചെടുക്കുക. ശേഷം നമ്മൾ 8 LED, നമുക്ക് LED എത്ര എണ്ണം വേണം നമുക്ക് ചൂസ് ചെയ്യാം. അതായത് അതിൻ്റെ ലെറ്ററിൻ്റെ വലിപ്പം പ്രോഗ്രാം അനുസരിച്ച് ചേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് 8 LED സ്ട്രെയിറ്റ് ലൈനായിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ നമുക്ക് 2 സൈഡിലേക്ക് അതിൻ്റെ പിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ച് വെക്കുക. ശേഷം നമുക്ക് സോൾഡർ ചെയ്യാം. ഇങ്ങനെ 8 LED ഈ PCB ബോർഡിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ശേഷം നമ്മുടെ നെഗറ്റീവ് പിൻസ് എല്ലാം, അതായത് നമ്മുടെ LED-യുടെ നെഗറ്റീവ് പിൻസ് എല്ലാം കൂടി ഒരു ഒറ്റ സിംഗിൾ വയറായിട്ട് സോൾഡർ ചെയ്യുക. നമ്മൾ 8 LED ഒരു PCB ബോർഡിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ നെഗറ്റീവ് സൈഡ്സ് എല്ലാം കൂടി ഒറ്റ ഒരു ലൈനിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ശേഷം നമ്മുടെ പോസിറ്റീവ് സൈഡിൽ നീണ്ടു നിൽക്കുന്ന കമ്പിയുടെ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയുക. നമ്മുടെ LED സ്ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പം ഈ LED സ്ട്രിപ്പിലേക്ക് നമുക്ക് ഈ വയർ കണക്ട് ചെയ്യാം. ഇത് നമ്മുടെ ഓഡിയോ ബോർഡിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. 8 വയർ നമുക്കിതിലേക്ക് ഓരോ ക്രമത്തിൽ ഓരോ ലൈറ്റിൻ്റെ പോസിറ്റീവ് സൈഡിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. സോൾഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലെറ്റേഴ്സിൻ്റെ പെർഫെക്ഷൻ മാറിപ്പോവും. നിങ്ങളത് കറങ്ങുന്ന സമയത്ത് വേറെ ടൈപ്പ് ആയിരിക്കും അത് കാണുക. അതായത് ഇപ്പം എക്ക് വേറെ ഡിസ്ലൊക്കേറ്റഡ് ആയിട്ട് വേറെ എങ്ങോട്ടെങ്കിലും അതിൻ്റെ LED-യുടെ പൊസിഷൻ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അവിടെ കൃത്യമായിട്ട് നിങ്ങൾ ആ 8 LED-യുടെയും പോസിറ്റീവ് സൈഡിലേക്ക് വയറുകൾ കണക്ട് ചെയ്യാം. 9ാമത്തെ വയർ എടുത്ത് നമുക്ക് നെഗറ്റീവ് സൈഡിലോട്ട് കണക്ട് ചെയ്യാം. നമ്മുടെ LED സ്ട്രിപ്പിലേക്ക് നമ്മുടെ റിബൺ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കതിന് ശേഷം നമുക്കൊരു 12 വോൾട്ട് DC മോട്ടർ എടുക്കാം. ഇതിലേക്ക് ഒരു റീപ്പർ കഷ്ണം ഒട്ടിച്ച് ചേർക്കാം. നമുക്ക് മോട്ടർ അതിൽ ഉറപ്പിച്ച് വെക്കാം. ശേഷം ഇതിലേക്ക് ഗ്ലൂ പേസ്റ്റ് ചെയ്യുക. നന്നായിട്ട് തന്നെ ഗ്ലൂ പേസ്റ്റ് ചെയ്യണം, കാരണം കറങ്ങുമ്പോൾ എല്ലാം തെറിച്ചു പോകുന്നത്. നമുക്ക് റീപ്പർ ഇതിലേക്ക് ഒട്ടിച്ചു ചേർക്കാം. നല്ല പ്രഷർ കൊടുത്ത് അത് ഒട്ടിച്ചു ചേർക്കാം. നമുക്ക് ഇതിൽ നിന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് ഉണങ്ങാൻ വേണ്ടി റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് ഓഡിയോ ബോർഡിലേക്കുള്ള പ്രോഗ്രാമൊക്കെ ഒന്ന് ബേൺ ചെയ്ത് കയറ്റാം. ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ ഒരു 8085 എന്ന് പറഞ്ഞൊരു IC ഒരു ഹീറ്റ് സിങ്കിലേക്ക് ആദ്യം സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം. ഇതിൻ്റെ ഫസ്റ്റ് പിന്ന് ഇൻപുട്ട്, സെക്കൻഡ് പിന്ന് നെഗറ്റീവ്, തേർഡ് പിന്ന് ഔട്ട്പുട്ടാണ്. അപ്പോൾ നമുക്ക് ഇൻപുട്ടിലേക്ക് നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് വയർ നമുക്കതിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. നമ്മുടെ ബാറ്ററിയിൽ നിന്ന് വരുന്ന നെഗറ്റീവ് വയർ നമ്മുടെ IC-യുടെ നെഗറ്റീവ് പിന്നിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. നെഗറ്റീവ് പോസിറ്റീവും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി പിന്നെ അന്ന് ഔട്ട് എടുക്കാൻ വേണ്ടി നെഗറ്റീവ് പിന്നിൽ നിന്ന് ആദ്യം ഒരു വയർ കണക്ട് ചെയ്യാം. നമുക്ക് ഔട്ട്പുട്ട് പിന്നിലേക്ക് നമുക്കൊരു ജമ്പർ വയർ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാം. ജമ്പർ വയറിന് കണക്ട് ചെയ്യാം. നമ്മുടെ വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ വയേഴ്സ് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നമ്മുടെ മോട്ടറിലേക്ക് നമ്മുടെ ബാറ്ററി, വോൾട്ടേജ് റെഗുലേറ്റർ, ബൾബ്, ഓഡിയോ എന്നിവ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ പവർ സോഴ്സ് ആയിട്ടുള്ള 9 വോൾട്ട് ബാറ്ററി ഇതിലേക്ക് പൊട്ടിക്കാം. അതിന് നമുക്ക് ആദ്യമായിട്ട് ഗ്ലൂ പേസ്റ്റ് ചെയ്യാം. നമുക്കത് തൊട്ട് പുറകിലായിട്ട് നമ്മുടെ വോൾട്ടേജ് റെഗുലേറ്റർ സെറ്റ് ചെയ്യാം. അതിന് ഗ്ലൂ പേസ്റ്റ് ചെയ്യാം. നമുക്കപ്പോൾ അടുത്തായിട്ട് നമ്മുടെ LED സ്ട്രിപ്പ് ഒട്ടിക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ റീപ്പറിലേക്ക് ഗ്ലൂ പേസ്റ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഏകദേശം മൊത്തത്തിൽ പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇതിൻ്റെ ഓഡിന മാത്രം കണക്ട് ചെയ്യാനുള്ളൂ. നമുക്കപ്പം ഇതിലേക്ക് ഓഡിന സെറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ഓഡിനയാണ്. നമുക്കൊരു ഇൻസുലേറ്റ് ടേപ്പ് വെച്ചിട്ട് നമുക്ക് ഇൻസുലേറ്റ് ചെയ്യാം. കാരണം ഓഡിനോയിലേക്ക്
ഗ്ലൂ ഗൺ ഒഴിച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് ഉപയോഗിക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്. നമുക്ക് നമ്മുടെ ഓർഡിനയിലേക്ക് LED കേബിൾസ് കണക്ട് ചെയ്യാം. നിങ്ങൾ ഏത് പിന്നാണോ ഉദ്ദേശിക്കുന്നത് ആ പിൻ അടിസ്ഥാനത്തിൽ വേണം നിങ്ങളിത് കണക്ട് ചെയ്യാൻ വേണ്ടി. ഓരോരുത്തർക്കും ഓരോ ടൈപ്പിലായിരിക്കും ഓരോരുത്തർ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫോളോ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ പ്രോഗ്രാമിൽ നിങ്ങൾ ബേസ് ചെയ്ത് വയർ കണക്ട് ചെയ്യാം. നമുക്കപ്പം നമ്മുടെ ഓർഡിനോ നാനോയിലേക്ക് പവർ കൊടുക്കാം. നമ്മുടെ ഓർഡിനോ നാനോയിൽ ഒരു 5 വോൾട്ട് ആൻഡ് ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഗ്രൗണ്ട് പിന്നിലേക്ക് നമ്മുടെ നെഗറ്റീവ് ഇത് കണക്ട് ചെയ്യാം. ശേഷം നമ്മുടെ പോസിറ്റീവ് പിന്നെടുത്ത് 5 വോൾട്ടിലേക്കും കണക്ട് ചെയ്യാം. നമ്മുടെ സർക്യൂട്ട് ഏകദേശം കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി പവർ സോഴ്സും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് റെഡിയാവും. നമുക്കൊന്ന് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. സർക്യൂട്ട് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ LED അതിനനുസരിച്ച് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇത് കറക്കി നോക്കിയാൽ നമുക്കത് കൃത്യം ആണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് കറക്കി നോക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ POV ഡിസ്പ്ലേ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഇതിനൊരു പൂക്കളത്തിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കപ്പം ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് അത് പവർ കണക്ട് ചെയ്യാം. ശേഷം മോട്ടർ ഓണാക്കി വെക്കുക. വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ POV ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ ഓണം സ്പെഷ്യൽ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ POV ഡിസ്പ്ലേ അതിമനോഹരമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ കൂടുതൽ വീഡിയോയ്ക്കായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞങ്ങൾ കമന്റ് മുഖാന്തരം അറിയിക്കുക. അപ്പം നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നവരെ